വെൽക്കം ടു ജിൻക ബ്ലോഗ്സ്. ഈ പറഞ്ഞത് ചൈനീസ് ഭാഷ ആട്ടോ. എല്ലാവർക്കും സുഖമാണെന്നാണ് എന്റെ അർത്ഥം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിലാട്ടോ. മലേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചൈനീസ് ആരാധനാലയമാണ് കോലാലംപൂരിലുള്ള തേൻ ഹൗ ക്ഷേത്രം. നോക്കൂ, ഇതെത്ര മനോഹരമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇവിടുന്ന് കോലാലംപൂർ സിറ്റിയുടെ ഭംഗി നമുക്ക് കാണാം. തൊട്ടടുത്ത് ഒരു വലിയൊരു സ്നേക്ക് ആൻഡ് ലാഡറിന്റെ ഒരു വലിയൊരു പ്ലേ ഏരിയ കുട്ടികൾക്ക് കളിക്കാനായി വെച്ചിരിക്കുന്നു. അതുകൂടാതെ ഈ ക്ഷേത്രം അലങ്കരിച്ചേക്കുന്നത് നയന മനോഹരമായിട്ടാണ് കേട്ടോ. ഇത് ഇന്ന് മലേഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഈ ക്ഷേത്രം 1987-ലാണ് പണി പൂർത്തിയായത്. ചൈനീസ് ദേവതയായ തിയാൻ ഹൗവിനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ബുദ്ധ, കൺഫ്യൂഷൻ, ടാവോയിസ്റ്റ് ആശയങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ചൈനീസ് പുതുവത്സരം ഇവിടുത്തെ വലിയൊരു ആഘോഷമാണ്. ഈ മന്ദിരത്തിൻ്റെ ഉൾവശത്തോട് നമ്മൾ കയറി വരുമ്പോൾ സാമ്പ്രാണി തിരികളുടെ കത്തിയെരിയുന്ന മണമാണ്. ഇവർ പ്രാർത്ഥിക്കുകയാണ്. സാമ്പ്രാണി തിരി കത്തിച്ചു വെച്ച് ഇവരുടെ ദേവതയെ വണങ്ങുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള വസ്ത്രധാരണം ധരിച്ച ആൾക്കാർക്ക് ഇതിൽ പ്രവേശനമില്ല. ചൈനീസ് പുതുവർഷം അഥവാ വസന്തോത്സവമാണ് തേൻ ഹൗ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആഘോഷണം. സാധാരണയായി ഇത് ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ ആണ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാറുണ്ട്. ഈ സമയത്ത് ക്ഷേത്രം മുഴുവൻ ചുവന്ന വിളക്കുകൾ കൊണ്ട് അലങ്കൃതമാകും. സിംഹനൃത്തം, ഡ്രാഗൺ നൃത്തം, പരമ്പരാഗത സംഗീത പരിപാടികൾ എന്നിവയൊക്കെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാട്ടോ. നോക്കൂ, എത്ര മനോഹരമാണ് ഈ ആർക്കിടെക്ചറൽ സിംഫണി. വളരെയധികം കൊത്തുപണികളാൽ മുഖരിതമാണ് ഈ ക്ഷേത്രം. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ. കുറേ അധികം തൂണുകളും കാര്യങ്ങളും, ഫുൾ എയർ കണ്ടീഷനാട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം പറയാം. ഇത് നമ്മുടെ ചൈനയിലുള്ള ഒരു ഫ്രണ്ട്. പുള്ളിക്കാരി ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാട്ടോ. പുള്ളിക്കാരി ചെയ്യുന്നത് എന്താണ് ഞാൻ സൂക്ഷ്മതയോട് നോക്കി. ഇത് ഇവരുടെ ഭാഗ്യം അറിയാനായിട്ട് ഒരു ക്ഷേത്രത്തിലെ ഒരു സംഭവമാണ്. ഇതിന് പറയുന്ന പേര് കൗച്ചിം എന്നാണ്. ഈ കൗച്ചിം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ ഇവരിങ്ങനെ പൊക്കിയിടും കുറച്ച് കമ്പുകൾ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കമ്പ് പൊങ്ങി നിൽക്കുകയാണെങ്കിൽ അവരത് എടുക്കും. അതാണ്ട് ഒരു കമ്പ് പൊങ്ങി 45, അതാണ് 45 ആണ് അവരുടെ നമ്പർ. ഇനി അവരിതിൽ 45 എടുക്കും. ഓക്കെ 45. ചൈനീസിലാണ് എഴുതിയിരിക്കുന്നത്. ഗുഡ്, യു ആർ ഗുഡ്. മോള് വിട്ടിട്ട് മോക്ക് ഒരു കമ്പ് കിട്ടി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ജിങ്ക ബ്ലോഗ്സ്.